So good morning dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വർക്കിൻ്റെ 8 ഡിഫറെൻറ്റ് മോഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫ്രീ എക്സ്പാൻഷൻ വർക്ക്. ഫ്രീ എക്സ്പാൻഷൻ വർക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രീ എക്സ്പാൻഷൻ വർക്ക്? ഫ്രീ എക്സ്പാൻഷൻ ടേം പറയുന്ന പോലെ തന്നെ എക്സ്പാൻഡിങ് ഫ്രീലി. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സാധാരണ ഇപ്പോൾ വർക്ക് ഡൺ നമ്മൾ മനസ്സിലാക്കിയത്, അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ സിസ്റ്റം വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ അപ്പോൺ ദ സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിലേക്ക് വർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ സിസ്റ്റം തന്നെ തനിയെ ഒരു വർക്ക് ഔട്ട്പുട്ടാക്കി തരികയോ ചെയ്യും. ഇതിൻ്റെ സൈൻ കൺവെൻഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് വർക്ക് ഡൺ അപ്പോൺ ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്, അല്ലേ? അപ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പുറത്തേക്കോ വരുന്ന ഒരു എനർജിയാണ് വർക്ക് എന്ന് പറയുന്നത്. സോ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബൗണ്ടറി ഫിനോമിനൺ ആണ്. വർക്ക് ഈസ് ഓൾവേസ് എ ബൗണ്ടറി ഫിനോമിനൺ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൗണ്ടറി ഫിനോമിനൺ എന്ന് പറഞ്ഞാൽ വർക്ക് നടക്കണമെങ്കിൽ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് ട്രാൻസ്ഫർ നടക്കണം. ഒന്നെങ്കിൽ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിയുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മാത്രമേ അത് വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയില്ല. വർക്ക് ഡൺ എന്ന് പറയണമെങ്കിൽ ദർ ഷുഡ് ബി ട്രാൻസ്ഫർ ഒക്കറിങ് ദർ ഷുഡ് ബി ട്രാൻസ്ഫർ ഒക്കറിങ് അക്രോസ് ദി ബൗണ്ടറി. എന്നാൽ മാത്രമേ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫ്രീ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. നമ്മളൊരു സിസ്റ്റം എടുക്കുക. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ചേംബറാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് സങ്കല്പിക്കുക. ചേംബർ ഇൻ ദ സെൻസ് ഒരു റെക്റ്റാങ്കുലർ സൈസിലുള്ള ഒരു ചേംബർ ഞാൻ എടുത്തു. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ സൈസുള്ള ഒരു ചേംബർ എടുത്തു. അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് സങ്കല്പിക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഐ ഹാവ് മെയ്ഡ് ഇൻസേർട്ടഡ് സം സോർട്ട് ഓഫ് ഗ്യാസ് ആൻഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഐ ഹാവ് ടേക്കൺ വേക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആൻഡ് ഇതാണ് അതിൻ്റെ ബൗണ്ടറി. ഓക്കെ, സോ ഒരു റിജിഡ് സിസ്റ്റം, അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഗ്യാസ് എടുത്തു, മറ്റേ സൈഡിൽ ഞാനൊരു വേക്കം എടുത്തു. ആൻഡ് ഐ ഹാവ് ഡിഫറൻഷിയേറ്റഡ്, അല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത് വിത്ത് എ പാർട്ടീഷൻ വാൾ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാത്തൊരു വാളാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ്റെ വർക്കാണ് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഐ ആം ടേക്കിംഗ് ദിസ് ആസ് എ സിസ്റ്റം. ഈ ഗ്യാസ് വേക്കം എന്ന് പറയുന്ന മൊത്തത്തിനെ ഞാനൊരു സിസ്റ്റം ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് സിസ്റ്റമെങ്കിൽ, ഇപ്പോൾ ഗ്യാസ് ഇവിടെ ഈ ചേംബറിലാണ്, വേക്കം ഈ ചേംബറിലാണ്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പാർട്ടീഷൻ വാൾ വെച്ചിട്ടാണ്. സപ്പോസ് ഇഫ് ഐ ഹാവ് റിമൂവ്ഡ് ദിസ് പാർട്ടീഷൻ വാൾ, ഈ പാർട്ടീഷൻ വാള് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവിടുത്തെ ഗ്യാസ് ഈ വേക്കം സൈഡിലേക്കും കൂടെ ട്രാൻസ്ഫർ ആയിട്ട് ഈ മൊത്തം ചേംബറിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഗ്യാസ് പരക്കും. അങ്ങനെ വേക്കം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവാതാവും. ഗ്യാസ് മൊത്തത്തിൽ എന്താവും? അവിടെയും ഗ്യാസ്, ഇവിടെയും ഗ്യാസ്, അതായത് ഈ ചേംബർ ഫുള്ള് ആ ഗ്യാസ് കൊണ്ട് നിറയും. സോ ഇങ്ങനത്തെ കേസിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വാട്ട് ഈസ് ദി വർക്ക് ഡൺ ഇൻ ദിസ് കേസ്? സോ നമുക്കറിയാം ഇങ്ങനത്തെ കേസിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
വർക്ക് ഡൺ വിൽ ബി 0. വൈ 0? കാരണം ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ബൗണ്ടറിയുടെ പുറത്തു കൂടെ ഇൻ്ററാക്ഷൻസ് എന്ത് നടക്കുന്നില്ല, ഇൻ്ററാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. ആ വിത്തിൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗ്യാസ് പരന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു, ആ പാർട്ടീഷൻ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ എന്തായി, ആ ഗ്യാസ് തിരിച്ച് ഈ സ്പേസ് ഫുള്ള് കൈയടക്കി. പക്ഷേ സിസ്റ്റത്തിൻ്റെ പുറത്തേക്കോ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കോ ഇൻട്രാക്ഷൻസ് വന്നിട്ടുണ്ടോ? ഇല്ല. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ദ വർക്ക് ഡൺ ഈസ് 0. അതായത് ഇപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടീഷൻ വാളുണ്ട്, ആ പാർട്ടീഷൻ വാൾ ഒഴിവാക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം. പാർട്ടീഷൻ വാളിനെ റിമൂവ് ചെയ്യാനുള്ള വർക്കൊന്നും നമ്മൾ കണക്കൂട്ടുന്നില്ല. നമ്മൾ ഈ ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വിത്തിൻ എ സിസ്റ്റമാണ്. അപ്പോൾ എന്തല്ല, അവിടെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെങ്കിലും വർക്ക് ഡണിൻ്റെ കേസ് എന്താണ്? ദ വാല്യൂ ഈസ് 0. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇപ്പോൾ വേറെയും രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരാൾ പറയാണ്, ഇപ്പോൾ ഗ്യാസ് ഒരു സൈഡിലുണ്ട്, അതോടൊപ്പം വേക്കം, ഇവിടെ ഒരു പാർട്ടീഷൻ വാളുണ്ട്, ഇവിടെ വേക്കമാണ്. നമ്മൾ ഈ ഗ്യാസിനെ മാത്രം ഒരു സിസ്റ്റം ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഗ്യാസിനെ മാത്രം സിസ്റ്റം ആക്കിയിട്ട് എടുക്കുക. ഈ വേക്കത്തിനെ സിസ്റ്റത്തിൻ്റെ പുറത്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കുക. ഗ്യാസിനെ മാത്രമാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇപ്പുറത്ത് വേക്കമാണ്. ആ വേക്കം എന്ന് പറഞ്ഞാൽ പല ചെറിയ ചെറിയ പാർട്ടീഷൻസ് വഴി ഞാൻ വേക്കത്തിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് പാർട്ടീഷൻസ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഗ്യാസും ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ്ലി ഈ ഒരു പാർട്ടീഷൻ വാൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഗ്യാസ് സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് കടന്ന് ഈ സ്പേസും കൂടെ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അടുത്ത വാള് റിമൂവ് ചെയ്യുന്നു. അടുത്ത വാള് റിമൂവ് ചെയ്യാൽ ആ ബാക്കിയുള്ള സ്പേസിലേക്കും ഗ്യാസ് എന്ത് ചെയ്യും? നീങ്ങും. വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഓരോ വാളും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ വാളും റിമൂവ് ചെയ്യുന്ന നേരത്ത് ആ സിസ്റ്റം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് അപ്പോൾ സിസ്റ്റത്തിൻ്റെ പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ പ്രകാരം വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ ഈസ് 1 to 2 PdV. അതാണല്ലോ നമ്മുടെ വർക്ക് ഡൺ, അല്ലേ? അത് 0 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ കേസിൽ നമുക്ക് 0 ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻ റിയൽ കേസസ് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണ നേരത്ത്, വാക്കത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന നേരത്ത് വർക്ക് ഡൺ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ ഗ്യാസിന് എന്തെങ്കിലും ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യണം? നമ്മുടെ വേക്കം കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഫോഴ്സ് വേക്കം കൊടുക്കുമോ? വേക്കത്തിന് റെസിസ്റ്റീവ് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു എയർ ആയിരുന്നെങ്കിൽ ദർ മൈറ്റ് ബി സം റെസിസ്റ്റീവ് ഫോഴ്സ്. പക്ഷെ ഇവിടെ വേക്കമായതുകൊണ്ട് ദർ ഈസ് നോ റെസിസ്റ്റീവ് ഫോഴ്സ് അറ്റ് ഓൾ. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഈ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും ദ വർക്ക് ഡൺ, വാട്ട് വി കോൾ ദ വർക്ക് ഡൺ വിൽ ബി 0 itself for free expansion work. So free expansion work എന്ന് പറഞ്ഞാൽ it is the expansion of a particular gas or a fluid against vacuum. അതിനെയാണ് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുന്നത്. ഓർ ഫ്രീ എക്സ്പാൻഷൻ വർക്ക് അല്ലെങ്കിൽ അൺകൺസ്ട്രെയിൻഡ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അൺകൺസ്ട്രെയിൻഡ് വർക്ക്, ഒരു കൺസ്ട്രെയിൻസും കൊടുക്കാതെ ഉള്ള വർക്കിനെയാണ് അൺകൺസ്ട്രെയിൻഡ് വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. സോ ഫ്രീ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് വേക്കം ഓഫ് എ ഗ്യാസ് ഓർ എ ഫ്ലൂയിഡ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് ബി 0. നമ്മളത് സിസ്റ്റം ഹോളിനെ ഒരു സിസ്റ്റം ആക്കിയാലും അതല്ല ഗ്യാസിനെ മാത്രം സിസ്റ്റം ആക്കിയാലും ഇറ്റ് വിൽ ബി 0. ഹോളായിട്ട് സിസ്റ്റം ആണെങ്കിൽ ദർ ഇസ് നോ ട്രാൻസ്ഫർ വിത്തിൻ ദ ബൗണ്ടറി, സോ ദ വർക്ക് ഡൺ വിൽ ബി 0. ഇനി അതല്ല ഗ്യാസ് മാത്രമാണ് സിസ്റ്റം വെക്കുന്നെങ്കിൽ നമ്മൾ ഓരോ പാർട്ടീഷൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പുറത്തേക്കാണ് ട്രാൻസ്ഫർ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വർക്ക് ഡൺ 0 ആവില്ല നമ്മുടെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് പ്രകാരം. പക്ഷെ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ദർ ഷുഡ് ബി സം റെസിസ്റ്റീവ് ഫോഴ്സ് ഗിവൺ ബൈ ദി വേക്കം ടു ദ ഗ്യാസ്. പക്ഷെ അങ്ങനെ റെസിസ്റ്റീവ് ഫോഴ്സ് ഇവിടെ വേക്കം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ദ വർക്ക് ഡൺ വിൽ ബി
0. So always the free expansion work എന്ന് പറയുന്നത് എന്തായിരിക്കും? It will be 0 itself. So ഈ ഒരു എക്സ്പാൻഷൻ വർക്ക് നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലും പാർട്ട് എയിലെ ചോദ്യത്തിനോ അല്ലെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ എസ് എ ടൈപ്പ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ഈ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായി വൃത്തിയോടെ ഫിഗറിൽ വരച്ചിട്ട് നിങ്ങൾ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ വിത്ത് ഡിഫറെൻറ്റ് വാട്ട് ഈസ് വർക്ക് and what is the different types of work. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ ദ സെൻസ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വർക്ക്. അതിലൊരു സ്പെഷ്യൽ കേസാണ് ഇപ്പം നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ വർക്ക് പറഞ്ഞു. ഫ്രീ എക്സ്പാൻഷൻ വർക്കിന് പുറമെ നമ്മൾ വേറൊരു 8 മോഡ്സ് ഓഫ് വർക്ക് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നൗ കംസ് വർക്ക് നമ്മൾ അതോടുകൂടി കംപ്ലീറ്റ് ആയി. നൗ കംസ് ദ നെക്സ്റ്റ് എനർജി ഫോം വിച്ച് ഈസ് കോൾഡ് ഹീറ്റ്. The next energy form, heat. Heat എന്ന് പറയുന്നത് എന്താണ്? What is heat? Heat is a form of energy. It is a form of energy. It is a form of energy. And it is a form of energy which is transferred between two systems. Two systems in the sense, ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ടറോ അല്ലെങ്കിൽ ഇന്നറോ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു എനർജി ഫോമാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻറ്ററാക്ഷൻ എന്തിൻ്റെ ബേസിലാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. It is due to temperature difference. So heat it is defined as a form of energy that is transferred between two systems or maybe a system and a surrounding. രണ്ട് സിസ്റ്റംസ് ആവാം, വേണമെങ്കിൽ രണ്ട് സിസ്റ്റംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ട് സിസ്റ്റംസ് തമ്മിലുള്ള ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് by virtue of temperature difference. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഹീറ്റ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് 3 മെത്തേഡ്സ് കൂടെയാണ്. 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ടു ബോഡീസ് വിച്ച് ആർ ഇൻ കോണ്ടാക്ട്. രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉള്ള രണ്ട് ബോഡികൾ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ദ സെക്കൻഡ് വൺ വിച്ച് ഈസ് കോൾഡ് കൺവെക്ഷൻ. ഇതൊക്കെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മോഡ്സ് ആട്ടോ. ഒന്നെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാം ഐദർ ബൈ കണ്ടക്ഷൻ, ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ കോണ്ടാക്ട്. അടുത്തത് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ എ ബോഡി. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ വൺ ബോഡി ആൻഡ് ദ അനദർ വിത്ത് ഫ്ലൂയിഡ്. ഒരു ബോഡിയും പിന്നെ മൂവ്മെന്റിലുള്ള ഒരു ഫ്ലൂയിഡ് സിസ്റ്റം വിച്ച് ഈസ് ഇൻ മോഷൻ. ഓക്കെ, സ്റ്റാഗ്നന്റ് ഫ്ലൂയിഡ് അല്ല, ഫ്ലൂയിഡ് മോഷനിലാണ്. ഫ്ലൂയിഡ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും, മുകൾക്കോ താഴോ എങ്ങനെയായാലും. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് ആവാം, ഗ്യാസും ആവാട്ടോ. സോ അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റേഡിയേഷൻ. So radiation is the heat transfer between two bodies. രണ്ട് ബോഡീസ് തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് തമ്മിൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുക. സോ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ഈ 3 രീതിയിലും പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ ഈ മോഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഇതിൻ്റെ കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഒരു കോഴ്സ് തന്നെ നമുക്ക് അടുത്ത ഇയറിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3rd ഇയറിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതേപോലെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗുകാർക്കുണ്ട് ഇതേപോലെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ നമ്മൾ അടുത്ത കോഴ്സിൽ പഠിക്കും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അവെയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ 3 മോഡ്സ് ഉണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള വഴികൾ. ഒന്ന് കണ്ടക്ഷൻ, പിന്നൊന്ന് കൺവെക്ഷൻ ആൻഡ് ദെൻ ഇറ്റ് ഈസ് റേഡിയേഷൻ. സോ മനസ്സിലാക്കേണ്ടത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ട്രാൻസ്ഫർ. അതിൻ്റെ ട്രിഗറിങ് എന്ന് പറയുന്നത്, അതായത് അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്നതാണ് ഈ എനർജി ഹീറ്റ് ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് കോൾഡ് ഹീറ്റ് എന്ന് പറയുന്നത്.
ഇനി ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷനാണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ സൈൻ കൺവെൻഷൻ ഓഫ് ഹീറ്റ്. ഇപ്പോൾ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്കിന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വർക്കിന് ഒരു സൈൻ കൺവെൻഷൻ പഠിച്ചിരുന്നു. അതേപോലെ ഹീറ്റിനും ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ഇപ്പോൾ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഐ വിൽ ഡ്രോ ഇറ്റ് ഹിയർ സോ ദാറ്റ് വിൽ ബി ക്ലിയർ ഫോർ യു. ഇപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ കേസ് ആദ്യം നോക്കുക. ഒരു കമ്പാരിസൺ ആക്കി പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പം ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചെന്താ? സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് ഒരു ഔട്ട്പുട്ടായിട്ട് വർക്ക് കിട്ടുകയാണെങ്കിൽ, സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് എനിക്കൊരു വർക്ക് കിട്ടുകയാണ്, അതായത് ഈ സിസ്റ്റം എനിക്കൊരു വർക്ക് തരുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുന്ന ഒരു എനർജിയാണ് അല്ലേ? അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും ഇൻ്ററാക്ഷനോ അല്ലെങ്കിൽ റിയാക്ഷനോ വഴി എനിക്കൊരു വർക്ക് കിട്ടുന്നു. ഈ വർക്കിൻ്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് വർക്ക്. അതേസമയം സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വല്ല വർക്കും കൊടുത്തു, സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വർക്ക് കൊടുക്കുകയാണ്, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടോ മറ്റതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്റ്റേണലി ഞാൻ ഒരു വർക്ക് സിസ്റ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വർക്ക് ഈസ് റെപ്രസെൻറ്റഡ് ആസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് എ സൈൻ കൺവെൻഷൻ ഫോർ വർക്ക് ഡൺ. അപ്പോൾ സൈൻ കൺവെൻഷൻ ഫോർ ഹീറ്റ്, സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് is represented by the letter Q. Okay, capital letter Q. സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഹീറ്റ്, ആ ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് പോസിറ്റീവ് സൈൻ ആയിരിക്കും. സിസ്റ്റം പുറത്തേക്ക് വിടുന്ന ഹീറ്റ് എന്ന് പറയുന്നതിൻ്റെ സൈൻ കൺവെൻഷൻ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഈ സൈൻ കൺവെൻഷൻ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. ബിക്കോസ് ദിസ് ഈസ് റിക്വയർഡ് ഫോർ പ്രോബ്ലം സെക്ഷൻ. എന്താ ഇത് കറക്റ്റ് ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന് ഒരിക്കലും നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നില്ല. കാരണം ആ ചോദ്യത്തിൽ ഹീറ്റ് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം എന്നാണോ, ഹീറ്റ് ഈസ് ബൈ ദ സിസ്റ്റം എന്നാണോ, വർക്ക് ഡൺ ടു ദ സിസ്റ്റം എന്നാണോ, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യൂസ് മാത്രമേ തരൂ. അത് പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്നുള്ളതൊക്കെ ഈ സൈൻ കൺവെൻഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ സിസ്റ്റത്തിലെ ഹീറ്റിൻ്റെ കേസ് ആലോചിക്കുന്ന നേരത്ത് ഹീറ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ ഇറ്റ് ഈസ് പോസിറ്റീവ്, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് വന്നാൽ നെഗറ്റീവ്. ഇനി വർക്ക് ഡൺ ആയിട്ട് കമ്പയർ ചെയ്യുക. സിസ്റ്റത്തിലേക്ക് വർക്ക് ഡണ്ണ് കൊടുക്കുന്നു, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു. സിസ്റ്റത്തിലേക്ക് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. സിസ്റ്റത്തിൽ നിന്ന് വർക്ക് കിട്ടിയാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ കൺവെൻഷൻ ഓപ്പോസിറ്റ് ആണ്. ഒന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക, അതല്ല നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സൈൻ കൺവെൻഷൻ നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കുക, മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് അത്ര ഡിഫിക്കൽട്ട് ഒന്നല്ല, മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എക്സ്ട്രീം കേസിൽ നിങ്ങൾ വല്ലതും കുടുങ്ങണ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള കൺഫ്യൂഷൻസ് വരുന്ന നേരത്ത് മാത്രം ഇത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരേ സമയം മനസ്സിലാക്കുക. സോ ഹീറ്റ് into the system, heat into the system, that is this one, heat into the system, it is positive. And heat by the system, system നമുക്ക് നൽകുന്ന ഹീറ്റ്, that is negative. This is the sign convention of heat. ഇനി നമ്മളൊരു അഡയബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. അഡയബാറ്റിക് പ്രോസസ്സ് എപ്പോഴും പൊതുവെ കൺഫ്യൂസ്ഡ് ആയി പോവാറുള്ളതാണ് അഡയബാറ്റിക് പ്രോസസ്സും അതേപോലെ ഐസോതെർമൽ പ്രോസസ്സ്. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? അഡിയബാറ്റിക് പ്രോസസ്സസ് ആർ ദോസ് പ്രോസസ്സസ് വേർ ഹീറ്റ് ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡസ് നോട്ട് ഒക്കർ. സച്ച് processes are called adiabatic process. Okay, so what about isothermal process?
അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കൺഫ്യൂസ്ഡ് ആവുന്നത് ഐസോതെർമൽ പ്രോസസ്സിൽ? ഇപ്പം അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ലെങ്കിലും എന്തുണ്ട്, വർക്ക് നൽകപ്പെടാൻ സാധ്യതയുണ്ട്, വർക്കിൻ്റെ ഇൻ്ററാക്ഷൻസ് നൽകാൻ സാധ്യതയുണ്ട് ബൈ സം അതർ മീൻസ്. അങ്ങനെ വർക്ക് നടക്കണ നേരത്ത് ദർ വിൽ ബി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഫോർ വാട്ട്, അഡിയബാറ്റിക് പ്രോസസ്സ്. പക്ഷെ ഐസോതെർമൽ പ്രോസസ്സിൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ഒരിക്കലും ഉണ്ടാവില്ല. ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് സീറോ ഇറ്റ് സെൽഫ്. അപ്പം പൊതുവേ എല്ലാവരും അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വർക്ക് ഡൺ, നോ ഹീറ്റ് എന്ന് സങ്കല്പിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഡസ് നോട്ട് ഒക്കർ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. പക്ഷെ അതിൽ ടെമ്പറേച്ചർ ചേഞ്ച് നടക്കും. എന്തുകൊണ്ടാണ്? സം സോർട്ട് ഓഫ് വർക്ക് ട്രാൻസ്ഫർ മേ ഒക്കർ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. പക്ഷെ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ നെവർ ബി ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ എ ഐസോതെർമൽ പ്രോസസ്. ഞാനൊരു 3 സിസ്റ്റം എടുത്തു. സിസ്റ്റം 1 is at a temperature of 25 degrees Celsius. This is system 1. System 1 is at a temperature of 25 degrees Celsius. This is system 2, which is at a temperature of 5 degrees Celsius, and this is system 3 at a temperature of 15 degrees Celsius. 3 സെപ്പറേറ്റ് സിസ്റ്റമാണ്. ഇതിൻ്റെ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ the temperature is 25 degrees Celsius. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ ഇതിനെ ട്രിഗർ ചെയ്യുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ സിസ്റ്റം 1ഉം സറൗണ്ടിങ്ങും നോക്കുക. സിസ്റ്റം 1ൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 25 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് അബൌട്ട് ദ സറൗണ്ടിങ്? ഇറ്റ് ഈസ് അഗെയിൻ 25 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമോ? ദ ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി സീറോ. ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. കാരണം എന്താ? ഇതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് സെയിം. സോ ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. Similarly, considering the other 2 system 5 degree Celsius and 15 degree Celsius, ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമോ? ഇതിൽ എന്തായാലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇവിടെയാണ് ഹീറ്റ് കൂടുതൽ. അപ്പോൾ ഹീറ്റ് കൂടുതൽ ഉള്ളിടത്ത് നിന്ന് ഹീറ്റ് കുറവുള്ള സ്ഥലത്തേക്കാണ് ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് 5 ഡിഗ്രി സെൽഷ്യസും മറ്റൊടുത്ത് 15 ഡിഗ്രി സെൽഷ്യസും, ബോത്ത് ദീസ് റീഡിങ്സ് ആർ ലെസ് ദാൻ ദി സറൗണ്ടിങ് ടെമ്പറേച്ചർ. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. പക്ഷേ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് കൂടുതൽ എവിടെയായിരിക്കും? അതായത് എവിടെയായിരിക്കും കൂടുതൽ ട്രാൻസ്ഫറിങ്ങിന് പോസിബിൾ കാണുന്നത്? സെക്കൻഡിലാണ്. എന്താ കാരണം? ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് ഹയർ. ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി അറ്റ് സിസ്റ്റം 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറൌണ്ട് 20 ഡിഗ്രി സെൽഷ്യസ്. വേറസ് ദി ഡെൽറ്റ ടെമ്പറേച്ചർ ഡിഫറൻസ് അറ്റ് സിസ്റ്റം 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്. സോ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഈസ് ഹയർ ഇൻ സിസ്റ്റം 2 ദാൻ 3. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി മോർ വിത്ത് ദ സെക്കൻഡ് സിസ്റ്റം ദാൻ വിത്ത് ദ തേർഡ് സിസ്റ്റം. ക്ലിയർ ആണോ? അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുക എപ്പോഴാണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഹയർ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി കുറച്ച് കോമൺ ടേംസ് അല്ല, നമുക്ക് എപ്പോഴും 3 ടൈപ്പ് ഹീറ്റുകളാണ് നമ്മൾ പൊതുവെ പറയുള്ളത്. വൺ ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ, ദ അതർ വൺ ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ്, ആൻഡ് ദ അതർ വൺ ഈസ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഈ 3 എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് തരാം. ഞാനൊരു സിസ്റ്റം വരക്കുന്നു. ഐ ആം ഡ്രോയിങ് അപ്പ് എ സിസ്റ്റം. ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്. സോ ഈ സിസ്റ്റത്തിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, പുറത്തത്തെ ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30 കിലോ ജൂൾസ് ആൻഡ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് ജൂൾ. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് ജൂൾ, സിമിലർ ടു ദാറ്റ് ഓഫ് വർക്ക് ഡൺ. എനർജിയുടെ യൂണിറ്റ്സ് ഒക്കെ ജൂൾസ് എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഹീറ്റ്, സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ തരാണ്. ഒരു ഹീറ്റ് ട്രാൻസ്ഫർ, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ദാറ്റ് ഈസ് 30 കിലോ ജൂൾ. ഈ സിസ്റ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി 2 കിലോഗ്രാം. ഈ സിസ്റ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ആൻഡ് ടോട്ടൽ ടൈം എടുക്കുന്നത്, ടെമ്പറേച്ചർ അല്ല കേട്ടോ, അത് ടോട്ടലി സിസ്റ്റം ഒരു 5 സെക്കൻഡിനുള്ള കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് ഓരോ ടേം എന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്? സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് Q ഈസ് ഈക്വൽ ടു 30 കിലോ ജൂൾ. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതാണ് Q. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 30 കിലോ ജൂൾ. ഇതൊരു റാൻഡം എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഓരോ ടേംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ, അങ്ങനെ ഒരു ഹീറ്റ് കൊടുക്കുന്ന നേരത്താണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലും മാറ്റം വരും. സോ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, Q1 to 2 എന്നും നമ്മൾ എന്ത് ചെയ്യും, അതിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇനി അടുത്തത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് എന്താണെന്നാണ്. സേ ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ്. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ്, ഒരു മാസ് പെർ മാസ് എന്നുള്ള അർത്ഥത്തിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ്. ആൻഡ് ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ Q. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ് ഇസ് Q/m. സോ ഇവിടെ എന്താ Q/m എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30 കിലോ ജൂൾസ് പെർ മാസ്. മാസ് എത്രയാണ്? 2 കിലോഗ്രാം. സോ 2 കിലോഗ്രാം എന്നാണ്. സോ ദ യൂണിറ്റ് ഈസ് 15 കിലോ ജൂൾ പെർ കിലോഗ്രാം. യൂണിറ്റ് ശ്രദ്ധിക്കണം. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസിൻ്റെത് എന്ന് പറഞ്ഞാൽ ജൂൾസ് പെർ കിലോഗ്രാം അല്ലെങ്കിൽ കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഹീറ്റ് ട്രാൻസ്ഫറിന് ഇറ്റ് ഇസ് ജൂൾസ് പെർ കിലോഗ്രാം. ഇപ്പോൾ രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കി, ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ്. Then we have the last one which is called rate of heat transfer. That is rate of heat transfer. Rate of heat transfer. ഇപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് ഒരു ഡോട്ട് വെച്ചിട്ടാണ്. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ സിമ്പിളായ ക്യൂവിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഇടുക, വിച്ച് റെപ്രസെൻറ്റ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് പെർ യൂണിറ്റ് ടൈം. ഹീറ്റ് ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈമിനെയാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, സമയത്തിനനുസരിച്ചിട്ടുള്ള ചേഞ്ച്. സോ ഹിയർ എത്രയാണ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, മൊത്തം ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ 30 കിലോ ജൂൾ ആണ്. പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ഉണ്ട്? 5 സെക്കൻഡ്. സോ ദാറ്റ് ഈസ് 5 and 30, ദാറ്റ് ഈസ് 6 കിലോ ജൂൾസ് പെർ സെക്കൻഡ് അല്ലേ? കിലോ ജൂൾസ് പെർ സെക്കൻഡ് ഓർ കിലോ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 6 കിലോ വാട്ട് എന്നും പറയാം. സോ 3 ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ആസ് സച്ച് ഇറ്റ് ഈസ് Q. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ്, പെർ മാസിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ Qയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് Q/m. ഇതൊക്കെ മനസ്സിലാക്കുന്നത് വെച്ചാൽ പ്രോബ്ലത്തിൽ ഇങ്ങനത്തെ ടേംസ് വരുമ്പോൾ അതെന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കണം, അതിൻ്റെ യൂണിറ്റ് ഓർത്ത് വെക്കുക. ആൻഡ് അതർ വൺ ഈസ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ടൈം, അതായത് Q/T, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, സോ ഈ 3 ടേംസുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കിലോ വാട്ട് ഓർ ഇറ്റ് ഈസ് കിലോ ജൂൾസ് പെർ സെക്കൻഡ്. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹീറ്റുമായി ബന്ധപ്പെട്ട ഒരു സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ടോപ്പിക് എന്ന് തന്നെ പറയാം, ഹീറ്റ് ട്രാൻസ്ഫർ. Heat transfer, it is a path function. Heat transfer is a path function. Heat transfer is a path function. എന്താ പാത്ത് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിത് പഠിച്ച കാര്യമായിരുന്നു. ഏതിന്? വർക്ക് ഡണിന്. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് എ പാത്ത് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത് ഓഫ് ദി പ്രോസസ് ആൻഡ് നോട്ട് ഓൺ ദി എൻഡ് സ്റ്റേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വർക്ക് ഡണ്ണ് നമ്മൾ വരച്ചിരുന്നത് ഏത് ഗ്രാഫിലായിരുന്നു? PV ഡയഗ്രത്തിലായിരുന്നു അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രാഫ് TS ഡയഗ്രമാണ്. ഓക്കെ, വാട്ട് ഈസ് T? ടെമ്പറേച്ചർ. വാട്ട് ഈസ് S? S ഈസ് കോൾഡ് എൻട്രോപ്പി. എൻട്രോപ്പിയുടെ ചിഹ്നമാണ് S എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഇറ്റ് ഈസ്? എൻട്രോപ്പി. എന്താണ് എൻട്രോപ്പി എന്നുള്ളതും അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇനി അടുത്ത മൊഡ്യൂളുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ ലേറ്റർ വി വിൽ സ്റ്റഡി വാട്ട് ഈസ് എൻട്രോപ്പി. ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ ടേം മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി യു മേ ബി നോയിങ് സം ബേസിക്സ് അബൌട്ട് എൻട്രോപ്പി.
സോ നമ്മൾ കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തെർമോഡൈനാമിക്സിൽ പോകും. സോ ഹിയർ വി ഹാവ് ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി. അപ്പോൾ TS ഡയഗ്രത്തിലാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കാണിക്കാൻ പറ്റുക. വർക്ക് ഡൺ കാണിച്ചിരുന്നത് പ്രഷർ വോളിയം PV ഡയഗ്രത്തിലായിരുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോഴും കാണിക്കുക TS ഡയഗ്രത്തിലാണ്. സേ ഞാനൊരു സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഏരിയ അണ്ടർ ദിസ് പ്രോസസ്. വർക്ക് ഡണ്ണിന് അതേപോലെ തന്നെ, പക്ഷെ വർക്ക് ഡണ്ണിലെ ഏരിയ വാസ് ഇൻ PV ഡയഗ്രം. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഏരിയ ഏത് ഡയഗ്രത്തിൽ നമ്മൾ നോക്കുന്നത്? TS ഡയഗ്രത്തിലുള്ള ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളതിൻ്റെ വാല്യൂ, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ വരുന്നത് ഇറ്റ് ഈസ് അണ്ടർ ദി TS ഡയഗ്രം. ഇപ്പോൾ ഇത് 1 to 2, ഇപ്പം അതേ പ്രോസസ്സിനെ ഞാൻ ചിലപ്പോൾ സേ TS ഡയഗ്രം ഇഫ് ഐ എം മേക്കിംഗ് ഇറ്റ് ഫ്രം 2 to 1 പ്രോസസ്സ് തിരിച്ചു പോവുക. സേ 1 to 2 ഇങ്ങനെ പോയി, 2 to 1 ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോവുക. സോ ദ ഏരിയ ഈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള ഇത്രയും ഏരിയ ആണ്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. ആ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത്. സോ ഈ പാത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ ഫ്രം 1 to 2, സേ 1 to 2 എന്ന് പറയുന്ന ഈ പ്രോസസ്സ്, അല്ലെ ഇപ്പം ഇത് 2 to 1 എന്നല്ല, ഇതും 1 to 2 തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയും പോസിബിൾ ആണ്. ഫ്രം 1 to here it is 2. അപ്പോൾ 1 to 2 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് വെൻ കമ്പയർഡ് വിത്ത് ദിസ് വൺ ബിക്കോസ് ഹിയർ ദ ഏരിയ ഈസ് മോർ. അപ്പോൾ TS ഡയഗ്രത്തിൻ്റെ ഉള്ളിലുള്ള ഏരിയ ആണ്, ആ പ്രോസസ്സിൻ്റെ ഏരിയ ആണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറുടെ വാല്യൂ. നമ്മൾ വർക്ക് ഡണ്ണിന് നമ്മൾ എന്താ വരച്ചിരുന്നത്? ഇറ്റ് വാസ് എ PV ഡയഗ്രം അല്ലേ? PV ഡയഗ്രത്തിൽ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയത്തെ വാല്യൂ ആണ് വർക്ക് ഡൺ. ബട്ട് ഇഫ് വി ഹാവ് ഡ്രോൺ ഇറ്റ് ഇൻ എ TS ഡയഗ്രം, ദ വർക്ക് ഡൺ അല്ല, ഈ ഒരു പ്രോസസ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹീറ്റ്. ദിസ് ഇസ് PV ഡയഗ്രം. ഹോപ്പ് യു ക്യാൻ സി ദിസ് ഇസ് PV ഡയഗ്രം ആൻഡ് ദിസ് ഇസ് TS ഡയഗ്രം. ഓക്കെ, ഈ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. PV ഡയഗ്രത്തിലാണെങ്കിൽ വി ഗെറ്റ് ഇറ്റ് വർക്ക് ഡൺ, TS ഡയഗ്രത്തിലാണെങ്കിൽ വി ഗെറ്റ് ഇറ്റ് ആസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് വർക്ക് ഡൺ ഇൻ ദ സെൻസ് വർക്ക് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ. ഹിയർ ഇറ്റ് ഈസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ വാല്യൂ വിച്ച് വി ഗെറ്റ്. സോ ഈ കേസിൽ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ കണ്ടിരുന്നത്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് ഫ്രം പ്രോസസ് 1 to 2 PdV അല്ലേ? പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്താൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് സേ dW. Here we will say it as dQ is equal to integral from 1 to 2 TdS. ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് ഓർത്തിച്ചാൽ ഇതിന്ന് ഇപ്പം നമ്മളതിൻ്റെ ഡെറിവേഷൻ ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഓർത്ത് വെക്കുക. വർക്ക് ഡൺ നമുക്കറിയാം ഇറ്റ് ഈസ് PdV, P ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. സിമിലർലി ഹീറ്റ് ട്രാൻസ്ഫർ ടെമ്പറേച്ചർ ഇൻറ്റു ചേഞ്ച് ഇൻ എൻട്രോപ്പി വാല്യൂ. ഇൻ്റഗ്രൽ 1 to 2 TdS എന്ന് പറയുന്നതാണ് എന്ത്? ചേഞ്ച് ഇൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നമ്മൾ വർക്ക് ഡണ്ണിൽ പറഞ്ഞ അതേപോലെ തന്നെ പാത്ത് ഫങ്ഷൻസിനെല്ലാം അതേപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ വർക്ക് 1 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തല്ല? വർക്ക് 1 മൈനസ് വർക്ക് 2 എന്നല്ല. അതേപോലെ തന്നെ Q12 എന്ന് പറഞ്ഞാൽ എന്തല്ല? Q1 മൈനസ് Q2 എന്നല്ല. മറിച്ച് എന്താണ്? ഇറ്റ് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേർഡ് ഫ്രം 1 to 2, അതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അതേപോലെ ഇവിടെയും എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏത്? ഇതല്ല കേട്ടോ, ഇതല്ല ഈക്വൽ എന്ന് പറഞ്ഞു. വർക്ക് 1 to 2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് PdV. അതേപോലെ ദിസ് ഈസ് നോട്ട്, ഇതല്ല ഈക്വൽ. Q12 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് TdS 1 to 2 1 to 2. ഓക്കെ, സോ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് എ പാത്ത് ഫംഗ്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് on the path itself and not on any other things. And ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. See, I have represented dW with a dash, also dQ with a dash. അതേസമയം DSO അല്ലെങ്കിൽ DVO എന്നും പറയുന്നതൊന്നും ഡാഷിൽ ഞാൻ ഇട്ടിട്ടില്ല, വെറുതെ D വിട്ട. എന്തുകൊണ്ടാ? Do you have any idea why it is I have written so? അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുമ്പോഴൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുമ്പോൾ, സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം പല സോർട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്സും അവൈലബിൾ ആണ്.
ഒരു ലൈസൻസും പേരും ഇല്ലാത്ത ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതിലൊന്നും ഈ നൊട്ടേഷൻസ് കറക്റ്റായി കൊടുത്തിട്ടുണ്ടാവില്ല. പൊതുവേ നമ്മൾ നൊട്ടേഷൻസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഹീറ്റിനാണെങ്കിലും വർക്കിനാണെങ്കിലും നമ്മൾ D-Q അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ DQ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ DW ഇങ്ങനെയാണ് കാണിക്കാറ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് Q and W are path functions. അതുകൊണ്ട് തന്നെ ദീസ് ആർ ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ. അപ്പം അങ്ങനത്തെ എനർജി ടേംസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയും കാണിക്കാറുണ്ട്, DQ അല്ലെങ്കിൽ DW. ഇതും പറ്റും ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആണെങ്കിൽ. ബിക്കോസ് ദീസ് ആർ പാത്ത് ഫങ്ഷൻസ്, ദോസ് ഡിപ്പെൻഡ് അപ്പോൺ ഓൺലി പാത്ത്സ്. അതേസമയം പോയിന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ വാട്ട് ഡു യു കോൾ? പോയിന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, പോയിന്റ് ഫംഗ്ഷൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? അതിനെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽസ് പറയും. എന്തായിരുന്നു പോയിന്റ് ഫംഗ്ഷൻ? വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അത് ഏത് പാത്ത് കൂടെ പോയി കഴിഞ്ഞാലും പ്രശ്നമല്ല. അത് ഏതായിരുന്നു? ഇപ്പോൾ നമ്മൾ PV ഡയഗ്രം പറയായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ ഇങ്ങനെ പ്രോസസ്സ് വന്നാലും ഇങ്ങനെ പ്രോസസ്സ് വന്നാലും പ്രഷർ P1 എന്ന് പറഞ്ഞാൽ ഈ പാത്ത് കൂടെ, ഫസ്റ്റ് പാത്ത് കൂടെ പോയാലും സെക്കൻഡ് പാത്ത് കൂടെ പോയാലും പ്രഷർ 1 P1 തന്നെയായിരിക്കും. ഫസ്റ്റ് പാത്ത് കൂടിയും സെക്കൻഡ് പാത്ത് കൂടിയും പോയാൽ ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞത് P2 എന്ന് പറഞ്ഞാൽ അതും എന്തായിരിക്കും? കോമൺ ആയിരിക്കും. സോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ പാത്ത്. അങ്ങനത്തതിനെയാണ് നമ്മൾ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുക. അതിനൊരു എക്സാമ്പിളാണ് പ്രഷർ. അതിനൊരു എക്സാമ്പിൾ പ്രഷർ അല്ലേ. സോ പ്രഷറിന് നമ്മൾ എങ്ങനെ കാണിക്കും? ഇങ്ങനെയല്ല കാണിക്കുക. പ്രഷറിന് നമ്മൾ എന്ത് ചെയ്യും? DP, ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയും. അതേപോലെ തന്നെയാണ് വോളിയം. ഇവിടുത്തെ വോളിയം ഏത് ഭാഗത്ത് കൂടെ പോയാലും ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ സിമിലർലി DV. സോ ടെമ്പറേച്ചർ, അതേപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇറ്റ് ഈസ് DT. എൻട്രോപ്പി ചേഞ്ച് ദാറ്റ് ഈസ് DS. അപ്പോൾ പോയിന്റ് ഫംഗ്ഷൻസിനെ എക്സാക്ട് ഡിഫറൻഷ്യൽസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ്സ് വൈ DP, DV, DS, DT എന്ന് പറയും. അതേസമയം ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആകുമ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് DQ അല്ലെങ്കിൽ DW എന്ന് കാണാം, അല്ലെങ്കിൽ DQ വിത്ത് ഡാഷ് ആൻഡ് DW ഡാഷ് എന്ന് പറയും. ഒരിക്കലും നമ്മൾ DQ അല്ലെങ്കിൽ DW എന്ന് എഴുതരുത്. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്. അത് ആ ഒരു ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കൺസെപ്റ്റ് അറിയാം എന്നുള്ളത് ഒരാൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാനും ചിലപ്പോൾ ഇതിൻ്റെ ചിഹ്നം അങ്ങനെ ഇങ്ങനെ ഇട്ടെന്ന് വിചാരിച്ച് പ്രശ്നമല്ല. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ യു റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ദി സ്റ്റാൻഡേർഡ് വേ, സോ ദാറ്റ് അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായ ചില അഡ്വാൻറ്റേജുകൾ കിട്ടും. സോ വാട്ട് ഐ വാസ് ട്രൈങ് ടു ഇമ്പാർട്ട് ഹിയർ ഈസ് ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷനാണ്, സിമിലർ ടു ദാറ്റ് ഓഫ് വർക്ക് ഡൺ. ആൻഡ് ടുഡേയ്സ് ലാസ്റ്റ് ടോപ്പിക് വിച്ച് ഐ എം ഗോയിങ് ടു ഡീൽ is a term called heat capacity. Heat capacity എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ് ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. രണ്ടാമത്തത് ഇക്വേഷൻ വൈസും എന്ത് ചെയ്യാം, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. സോ ഹീറ്റ് കപ്പാസിറ്റിയുടെ മറ്റൊരു പേരാണ് തെർമൽ കപ്പാസിറ്റി. തെർമൽ കപ്പാസിറ്റി, ഹീറ്റ് കപ്പാസിറ്റിയുടെ മറ്റൊരു പേരാണ് തെർമൽ കപ്പാസിറ്റി. സോ വാട്ട് ഡു യു മീൻ ബൈ ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് ആഡഡ് ഓർ റിമൂവ്ഡ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് ആഡഡ് ടു ഹീറ്റ് ഓഫ് റിമൂവ്ഡ് ഓഫ് ആൻ ഒബ്ജെക്ട് ടു ദ റിസൾട്ടിങ് ടെമ്പറേച്ചർ ചേഞ്ച്. അതായത് എൻ്റെ അടുത്തിപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിലേക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഹീറ്റ് ഒന്നെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്കാക്കാം. പുറത്തേക്ക് കിട്ടുന്ന ഹീറ്റ് നെഗറ്റീവാണ്, ഉള്ളിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എന്താണ്, പോസിറ്റീവാണ്. ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തതാണ് സൈൻ കൺവെൻഷൻസ്. സോ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ, അതായത് കൊടുത്ത ഹീറ്റോ അല്ലെങ്കിൽ വിട്ടുപോയ ഹീറ്റോ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന്, അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസോ 1 യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ട ഹീറ്റ് എന്താണോ അതിനാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, എനിക്ക് ഈ സിസ്റ്റത്തിൽ
ഒരു സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച്, ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ, അതായത് 1 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് ആക്കണം, അല്ലെങ്കിൽ 1 കെൽവിനിൽ നിന്ന് 2 കെൽവിൻ ആക്കണം, 1 ഫാരൻഹീറ്റിൽ നിന്ന് 2 ഫാരൻഹീറ്റ് ആക്കണം. അങ്ങനെ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് വരുത്താൻ വേണ്ട ഹീറ്റ് ഇൻപുട്ട് ആവാം, ചിലപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഹീറ്റ് 1 യൂണിറ്റ് കുറയായിരിക്കാം, ഉള്ളിലേക്ക് ഹീറ്റ് വരുമ്പോൾ 1 യൂണിറ്റ് കൂടെയായിരിക്കാം ടെമ്പറേച്ചർ. അങ്ങനെ 1 യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് വരുത്താനുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യു കോൾ ഇറ്റ് ആസ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ഫിസിക്കൽ റിലേഷൻ. അതിൻ്റെ ഇക്വേഷൻ വൈസ് അതിൻ്റെ റിലേഷൻ എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ സി. ഇറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു സി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി, വേർ സി ഈസ് ഹീറ്റ് കപ്പാസിറ്റി, സി ഈസ് ഹീറ്റ് കപ്പാസിറ്റി, എം ഈസ് മാസ്. Okay, and the small letter c is called specific heat. Specific heat എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. സ്പെസിഫിക് ഹീറ്റ് 2-3 ടൈപ്പ് ഒക്കെ ഉണ്ട്, CP/CV എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് ആഡഡ് ഓർ റിമൂവ്ഡ് ഫ്രം ആൻ ഒബ്ജക്റ്റ് ടു ദ റിസൾട്ടിങ് ടെമ്പറേച്ചർ ചേഞ്ച്. ആ ഹീറ്റ് ആഡഡ് ഓർ റിമൂവ്ഡ്, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ആഡ് ചെയ്തോ റിമൂവ് ചെയ്തോ ടു ദ ടെമ്പറേച്ചർ, അതുവഴി ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ഈസ് ഹീറ്റ് കപ്പാസിറ്റി C ഈസ് ഈക്വൽ ടു M ഇൻറ്റു C, വേർ M ഈസ് ഈക്വൽ ടു മാസ് ആൻഡ് C ഈസ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പ്രോപ്പർട്ടീസ് പൊതുവെ പറയാറുള്ളത് എന്താ, പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് എന്നാണ്. സ്പെസിഫിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എനി പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് ഈസ് കോൾഡ് സ്പെസിഫിക് പ്രോപ്പർട്ടി. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്ന ടേമാണ് സ്പെസിഫിക് ഹീറ്റ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ആഫ്റ്റർ സ്റ്റഡിങ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ഗോയിങ് ഇൻ ഡീറ്റെയിൽ വിത്ത് സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഇത്രയും ആണ് ഹീറ്റ് കപ്പാസിറ്റീൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് into specific heat, that is called heat capacity, or it is also known as thermal capacity. ഇനി ഇതിൻ്റെ യൂണിറ്റും കൂടെ പഠിച്ചിട്ട് നമുക്ക് നിർത്താം. ഇപ്പോൾ സിയുടെ യൂണിറ്റാണ് ഞാൻ കാണാൻ പോകുന്നത്, ദ യൂണിറ്റ് ഓഫ് സി. സോ സി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു സി. വാട്ട് ഈസ് എം? എം ഈസ് കിലോഗ്രാം, ദാറ്റ് ഈസ് മാസ്. മാസാണ് എം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്. ആൻഡ് വാട്ട് അബൌട്ട് സ്പെസിഫിക് ഹീറ്റ്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റിൻ്റെ ടേം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഹീറ്റ് പെർ യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് ആൻഡ് സ്പെസിഫിക് ആണ്. ആൻഡ് അഗെയിൻ ദർ വിൽ ബി കിലോഗ്രാം. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞത് യൂണിറ്റ് അല്ല, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിനാണ് നമ്മൾ എടുക്കുക. കാരണം ഡിഗ്രി സെൽഷ്യസിലല്ല, നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ കെൽവിനിലാണ് നമ്മൾ കാണേണ്ടത്. സോ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമിലാണ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ, നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചു, എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ, റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അത് റിസൾട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ചേഞ്ച്, അതിൻ്റെ റേഷ്യോ ആണ് ജൂൾസ് പെർ കെൽവിൻ. അത് സ്പെസിഫിക് ആണ്, സ്പെസിഫിക് ഹീറ്റ് ആണ്. സോ ഡിവൈഡഡ് ബൈ അഗെയിൻ മാസ്, ഇതാണ് അതിൻ്റെ യൂണിറ്റ് വരിക. അപ്പോൾ കിലോഗ്രാമും ക്യാൻസൽ ചെയ്താൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി? യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ജൂൾസ് പെർ കിലോഗ്രാം. യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ജൂൾസ് പെർ കിലോഗ്രാം. അത് ചിലപ്പോൾ കിലോ ജൂൾ ആവാം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ, ദ വാല്യൂസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. സോ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻ ടു സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ജൂൾസ് പെർ കിലോഗ്രാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ വർക്ക് എന്താണെന്ന് പഠിച്ചു. ദെൻ വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ഈസ് ഹീറ്റ്, ഹീറ്റിൻ്റെ മോഡ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ടേംസ് നമ്മൾ പഠിച്ചു, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ. ആൻഡ് ദെൻ വി ഹാവ് ഗോൺ വിത്ത് ഹീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈക്ക് 3 ടൈപ്സുകൾ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ സെൻസ് ക്യൂ ഹീറ്റ് ട്രാൻസ്ഫർ, ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് മാസ് ആൻഡ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ ഹീറ്റ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ നമ്മൾ പഠിച്ച മറ്റൊരു ടേമാണ് എക്സ്പാൻഷൻ കാരണമുള്ള വർക്ക് നമ്മളിന്ന് നോക്കി. ഹീറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിലെ 3 ഹീറ്റ് ടേംസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ നോക്കി.
മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈ 3 ടേംസ് നോക്കിയതിന് ശേഷം ദെൻ വി ഹാഡ് സ്റ്റഡീഡ് ദാറ്റ് ഹീറ്റ് ഒരു പാത്ത് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം അത് നമ്മൾ പ്രൂവ് ചെയ്തു വിത്ത് TS ഡയഗ്രാം. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ടുഡേ വി ഹാഡ് സ്റ്റഡീഡ് ഈസ് വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി, അതിൻ്റെ ഫിസിക്കൽ റെലവൻസ് എന്താണ്, ഇക്വേഷൻ, അതേപോലെ അതിൻ്റെ യൂണിറ്റ്സ് എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾ ടുഗദർ പഠിച്ചത്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആഫ്റ്റർ സ്റ്റഡിങ് ദീസ് ബേസിക്സ്, ദാറ്റ് ഈസ് ഹീറ്റ് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഗോയിങ് ടു വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആൻഡ് ആ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, അതിൻ്റെ എക്സ്പെരിമെൻറ്റേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞ സ്പെസിഫിക് ഹീറ്റിൻ്റെ ടൈപ്സും എൻതാൽപ്പി എന്തെന്നൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ്. സോ താങ്ക് യു ഓൾ. ബൈ.